അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇന്ന് നിങ്ങളോട് പറയുന്ന വിഷയം ഗൗരവമായി കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ സാധാരണഗതിയിൽ നടക്കാറുണ്ട്. ഭർത്താവ് ഭാര്യയെ തരം താഴ്ത്തുക, ഭാര്യ ഭർത്താവിനെ പലകണക്കിനും തരം താഴ്ത്തുക, മറ്റുള്ളവരെ കൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് അവരെ ക്രൂരമായി ഉള്ള നിലപാടിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുക. ഇതിനൊക്കെ നല്ലൊരു കൗൺസിലിംഗ് എപ്പോഴും ആവശ്യമാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വിനോദങ്ങൾ ആവശ്യമായിരിക്കും. അതിനൊക്കെ അപ്പുറം വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മീക ചൈതന്യത്തിൽ നിന്നുള്ള ചില വിഷയങ്ങൾ കൂടി ഞാൻ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. ഇടങ്ങേറുകളും കമ്പേറുകളും ഉള്ള വീടുകളിൽ, കണ്ണേറുകൾ ഉള്ള വീടുകളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അസൂയക്കാരുടെ അസൂയ മൂലമുണ്ടാകുന്ന ചില കുത്തിത്തിരിപ്പുകൾ പ്രകാരമുണ്ടാകുന്ന ചില വിഷയങ്ങളിലും ആ ഒരു കുടുംബം തന്നെ തകർന്നു പോകാൻ സാധ്യതകൾ കൂടുതലായിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ നിത്യമായി ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്ന ഒരു ക്രിയാത്മകമായ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എല്ലാ ദിവസവും 11 പ്രാവശ്യം ഓതി ശരീരത്തിൽ ശിഫ നടത്തുക. ഇൻഷാ അല്ലാഹ് ഇത് കാരണമായിട്ട് നമ്മുടെ ശരീരത്തിലേക്കുണ്ടാകുന്ന കമ്പേറ്, കണ്ണേറ്, അതുപോലെ മറ്റ് വിളിദോഷങ്ങൾ, സിഹ്ർ പോലെയുള്ള മാരക രോഗങ്ങൾ പോലും, മാരകമായ പ്രശ്നങ്ങൾ പോലും നമ്മുടെ ശരീരങ്ങൾക്ക് ഏൽക്കുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം 11 പ്രാവശ്യം വീതം എല്ലാ ദിവസവും ചെല്ലാൻ ശ്രമിക്കുക, ചെല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാരണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ഇടങ്ങേറുകളിൽ നിന്നുമൊക്കെ എന്നെ നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.